ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കോർണർ. എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇന്ന് ചിക്കൻ കട്ട്ലറ്റാണ് തയ്യാറാക്കാൻ പോണത്. കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിരിക്കാൻ ഇതിലൊരു ടിപ്സ് ഉണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഞാൻ മിക്സിയിലിട്ടിട്ടാണ് സ്ലൈസ് ചെയ്യണത്. പെട്ടെന്ന് കഴിയും. സവാള അരിയുന്നത് എനിക്കിപ്പോൾ ഒരു വിഷയമേ അല്ല. അങ്ങനെ എല്ലാ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്, ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി ക്രഷ് ചെയ്തത്. ഇനി അരിഞ്ഞെടുത്ത് സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. സോൾട്ട്, ഇനി ഉള്ളിൽ വഴണ്ട് വരുമ്പോൾ കുറച്ച് കറി ലീവ്സ്, ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇനി സോൾട്ടും പെപ്പറും ഇട്ട് കുക്ക് ചെയ്തിട്ടുള്ള ചിക്കന് ഒന്ന് ഷ്രെഡ് ചെയ്തിടാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പൊട്ടാറ്റോ ബോയിൽഡ് ചെയ്തിട്ടുള്ളത് സ്മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയ ശേഷം കുറച്ച് പോർഷൻ എടുത്തിട്ട് സൈസ് ചെയ്തിട്ട് കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ കോൺഫ്ലോർ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടും കുറച്ചൊക്കെ ഒരു ഉള്ളിൽ സോഫ്റ്റും നല്ലൊരു ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. അങ്ങനെയെല്ലാം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ ബാറ്ററും പിന്നെ ബ്രെഡ് ക്രംസുമാണ്. അതിൽ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുക. രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യാം. മറ്റേത് ഈ എഗ്ഗിൻ്റെ ബാറ്റർ തന്നെ ഡിപ്പ് ചെയ്തിട്ട് അതിലാവുമ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഈ ബ്രെഡിൻ്റെ ക്രംസ് കോട്ട് ചെയ്ത് വരും. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching.